ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കടലോരവാസികൾക്ക് സംരക്ഷണമൊരുക്കാൻ കടൽഭിത്തി നിർമ്മിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ഫിറോസ് കുന്നംപറമ്പിൽ ആവശ്യപ്പെട്ടു. കടൽക്ഷോഭമുണ്ടായ പ്രദേശങ്ങളായ ആശാമ്പടി, കുട്ടായി, വാടിക്കൽ, അഴിമുഖം എന്നീ കടലോര പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടലോരവാസികൾക്ക് സംരക്ഷണമൊരുക്കാൻ കടൽഭിത്തി നിർമ്മിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ഫിറോസ് കുന്നംപറമ്പിൽ ആവശ്യപ്പെട്ടു. കടൽക്ഷോഭ ഭീതിയിൽ മണൽച്ചാക്ക് കെട്ടി സംരക്ഷണമൊരുക്കുകയാണ് കടലിന്റെ മക്കൾ. കോവിഡും കടൽക്ഷോഭവും ഒന്നിച്ചു വന്നതോടെ പട്ടിണിയിലായ ഇവർക്ക് സൗജന്യ റേഷൻ നൽകണം. കടൽത്തീരത്തുള്ള മുഴുവൻ കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ സഹായം ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സമയത്തും കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളും ഈ പരിസരങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളോടും സർക്കാരിനോടൊക്കെ ആവശ്യപ്പെടാറുള്ളത് ഒരു സംരക്ഷണവുമില്ലാത്ത ഈ മേഖലയ്ക്ക് കടൽ ഭിത്തി നിർബന്ധമാണ് എന്നുള്ളതാണ്. നമ്മളിവിടെ വരുമ്പോൾ കണ്ടത് പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണൽ നിറച്ച് സംരക്ഷണം സ്വയം ഏർപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇങ്ങനെയാണോ നമ്മുടെ നാട്ടിലുള്ള തീരദേശ മേഖലയിലെ സാധാരണക്കാർ ചെയ്യേണ്ടത്? മറിച്ച് സർക്കാർ കടൽ ഭിത്തികൾ നിർമ്മിച്ച് തീരദേശ മേഖലയിലെ ഈ മനുഷ്യരെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. അതുമാത്രമല്ല, നമുക്കറിയാം തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഓലപ്പര വീടുകളാണ്, ഓലമേഞ്ഞ വീടുകളാണ്. 2-3 വർഷമായിട്ട് ആ പെരകളൊന്ന് പൊളിച്ച് മേയാൻ പോലും കഴിയാതെ, അതല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനോ അതല്ലെങ്കിൽ അത്തരം രീതിയിൽ സംരക്ഷിക്കാനോ പോലും ഈ സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തവനൂർ മണ്ഡലത്തിലെ കടൽക്ഷോഭമുണ്ടായ പ്രദേശങ്ങളായ ആശാമ്പാടി, കൂട്ടായി, വാടിക്കൽ, അഴിമുഖം എന്നീ കടലോര പ്രദേശങ്ങൾ സന്ദർശിച്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കടൽക്ഷോഭവും അതുപോലെ തന്നെ മറ്റുമായി കൊറോണയൊക്കെയായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ജോലിക്ക് പോലും പോകാൻ കഴിയാതെ ഈ മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളൊക്കെ മുഴുപട്ടിണിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സർക്കാരിനോടൊരു അഭ്യർത്ഥന മാത്രമാണ് നടത്താനുള്ളത്. ഒന്ന്, ഈ തീരദേശ മേഖലയിലെ കടൽ ഭിത്തികൾ അത് നിർമ്മിച്ച് ഇവിടെ താമസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക്, ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണം. രണ്ടാമതായിട്ട്, ഈ കൊറോണയും അതുപോലെ തന്നെ ജോലിക്ക് പോകാൻ കഴിയാതെ നിൽക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് സൗജന്യ റേഷൻ അത് എത്രയും പെട്ടെന്ന് അനുവദിക്കണം. മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞിട്ടി, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി നസറുള്ള, പഞ്ചായത്ത് അംഗങ്ങളായ ഇസ്മായിൽ പട്ടത്ത, ഷബീർ മാസ്റ്റർ, കോൺഗ്രസ് നേതാക്കളായ സലാം താണിക്കാട്, AK സലീം തുടങ്ങിയവരും അദ്ദേഹത്തെ അനുഗമിച്ചു.